ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ ഒരു പുതിയ രൂപം ഇവിടെ അരങ്ങേറുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇങ്ങനെയൊരു ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മനുഷ്യനും മതങ്ങളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് വളരെയേറെ കലുഷിതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ മതവും മനുഷ്യനും എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി, അതിന് ആധ്യാത്മികമായ അതിൻ്റെ ശോഭ എത്രത്തോളമുണ്ട് ഓരോ മതങ്ങൾക്കും എന്നുള്ളതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള പഠനവിധേയമാക്കേണ്ട അതിൻ്റെ സാഹചര്യം അടുത്തുകൂടിയിരിക്കുന്ന കാലഘട്ടമാണ്. തീർച്ചയായിട്ടും വട്ടക്കാട് ദേവിയുടെ തിരുമുറ്റത്ത് തീർച്ചയായിട്ടും ഈ പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമയോടെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന വള്ളികുന്നം വട്ടക്കാട് പ്രദേശം, തീർച്ചയായിട്ടും ഈ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടുകളും എന്നും മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് കാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ട് പ്രസംഗം ഉണ്ടാകേണ്ടത്. മനുഷ്യനും മതങ്ങളും അത് എത്രത്തോളമാണ്, അതിനെപ്പറ്റി ആഴത്തിൽ ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രഭാഷണങ്ങൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന പലരും കേട്ടിട്ടുണ്ട്. ഓച്ചിറ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ, അതിപുരാതനങ്ങളായിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. നിരവധി ശ്രേഷ്ഠന്മാരായിട്ടുള്ള സന്യാസി വര്യന്മാരോടൊപ്പം അദ്ദേഹം പ്രഭാഷണ പരമ്പരകളിൽ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യനും മതങ്ങളും അതിൻ്റെ ആധ്യാത്മിക ശോഭ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ആധികാരികമായിട്ട് പറയുവാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിനുള്ള അവസരമാണ് നമ്മൾ നൽകേണ്ടത്. അദ്ദേഹം എല്ലാ വിഷയങ്ങളെ പറ്റിയും ആധികാരികമായിട്ട് തന്നെ ഇവിടെ സംസാരിക്കും. എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കും. നമ്മുടെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടു വാക്ക് പറയുവാൻ വേണ്ടി നമ്മുടെ വാർഡിന്റെ മെമ്പറും പ്രിയപ്പെട്ട അഭിലാഷ് കുമാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ നമ്മുടെ പ്രഭാഷകൻ ശ്രീ മുജാഹിദ് ബാലുശ്ശേരി അവറുകൾ, ഏറെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ രാജീവ് കുമാർ അവറുകൾ, ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സുജിത്ത്, സെക്രട്ടറി മധുസൂദനൻ പിള്ളച്ചേട്ടൻ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വളരെയേറെ താല്പര്യമെടുത്ത് പ്രവർത്തിച്ച ശ്രീ മൈത്രി കുഞ്ഞുമോൻ ചേട്ടൻ, ഉപദേശക സമിതിയുടെ പ്രവർത്തകർ, അംഗങ്ങൾ, ഇവിടെ എത്തിയിട്ടുള്ള ഏറെ ബഹുമാന്യരായ ഭക്തജനങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലൊരു വിശേഷപ്പെട്ട വ്യത്യസ്തമായ ഒരു പരിപാടി വട്ടക്കാട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ ആലോചിച്ചതിനെ തന്നെ ആദ്യമായി അങ്ങേയറ്റം സന്തോഷത്തോടെ, ഏറെ ആദരവോടെ ഓർക്കുന്നു. പലപ്പോഴും മതങ്ങൾ, മതസ്ഥാപനങ്ങൾ, മതപുരോഹിതന്മാർ ചില ഇടുങ്ങിയ ചിന്താഗതികളുമായി നടക്കുന്നവരാണ്. അവരെപ്പോഴും അവർ പ്രതിനിധാനം ചെയ്യുന്ന മതങ്ങളെ മാത്രം ഉദ്ഘോഷിക്കുകയും അവയുടെ ഗ്രന്ഥങ്ങളെ പറ്റി മാത്രം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിലരുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിനെ പോലെയുള്ള മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. അവരുടെ കഴിവുകൾ, അറിവുകൾ നമുക്ക് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായി നമുക്കിതിനെ കാണാം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ പ്രഭാഷണത്തിന് എത്തിച്ചേർന്ന ബഹുമാന്യനായ മുജാഹിദ് അവറുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതിൻ്റെ പ്രിയപ്പെട്ട മുഖ്യ സംഘാടകൻ മൈത്രി കുഞ്ഞുമോൻ,
2 വാക്ക് സംസാരിക്കും. ഈ കൂടിയിരിക്കുന്ന മാന്യ സദസ്സിന് എൻ്റെ നമസ്കാരം. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താം. സത്യത്തിൽ ഒരു 5 വർഷത്തിന് മുമ്പ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഞാൻ നാടകം കളിക്കാൻ പോയപ്പോൾ ഇതിനേക്കാൾ തിക്കും തിരക്കും കണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഓടിയിറങ്ങി. അങ്ങനെ ഒരു പ്രഭാഷണം എൻ്റെ മനസ്സിൽ ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ ജീവിതത്തിലൊരാഗ്രഹമായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ ഇത് സംഘടിപ്പിക്കണമെന്ന്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ സമൂഹത്ത് ഇന്നത്തെ വിഷയം പ്രശ്നങ്ങൾ മനുഷ്യനും മതവും തമ്മിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് അദ്ദേഹം സംസാരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട സുജിത്ത്, പ്രസിഡന്റ് മധുസൂദനൻ നായർ, ഈ ഉപദേശക സമിതിയുടെ മുഴുവൻ സംഘാടകർക്കും ക്ഷേത്രത്തിൻ്റെ ഉത്സവ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവികളായ ശ്രീദാസ് കുറ്റിയിൽ, പ്രിയപ്പെട്ട മറ്റുള്ള എല്ലാവർക്കും വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ബഹുമാന്യനും ആദരണീയനുമായ മുജാഹിദ് ബാലുശ്ശേരി അവറുകളെ ആദരപൂർവ്വം പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നിലനിൽക്കുന്ന, പല ആളുകൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത വളരെ സന്തോഷപ്രദമായ ഒരു മഹാസമ്മേളനത്തിലാണ് പ്രത്യേകിച്ചും ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതന ധർമ്മ സംഹിതകളിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഈ വള്ളിക്കുന്നം വട്ടേക്കാട് ദേവി ക്ഷേത്രത്തിലെ വ്യത്യസ്ത ദിനങ്ങളിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ സഹോദരങ്ങളെ ഏറ്റവും സവിശേഷമായ, ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇസ്ലാമിക സമൂഹത്തിലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി നയിച്ച ഒരു മഹാപ്രസ്ഥാനത്തിലെ പ്രബോധന സംരംഭങ്ങളിൽ എൻ്റേതായ എളിയ സേവനമനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു മുസ്ലിമായ ഞാൻ ക്ഷേത്രത്തിൻ്റെ സമ്മേളനത്തിൽ എങ്ങനെ ക്ഷണിക്കപ്പെട്ടു എന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായും അനുകൂലമായും പ്രതികൂലമായും ചർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, നമ്മളെല്ലാവരും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായാലും മസ്ജിദിന്റെ ഉള്ളിലായാലും മനുഷ്യൻ മനുഷ്യനല്ലതാകുമോ? നമ്മുടെ ഭൂമി വേറെയാകുമോ? സൂര്യനും ചന്ദ്രനും വേറെയാകുമോ? ആകാശമേലാപ്പ് വേറെയാകുമോ? ഹൈന്ദവർക്കൊരു പ്രത്യേക ഭൂമിയും ഹൈന്ദവർക്കൊരു പ്രത്യേക സൂര്യനും ഹൈന്ദവർക്കൊരു പ്രത്യേക ചന്ദ്രനും ഉണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? ഇല്ല എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതെ, ഇവിടെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ വളരെ സവിസ്തരമായി ചിന്തിച്ചുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.
നമ്മളെല്ലാവരും അവകാശവാദങ്ങൾ നേരത്തെ ബഹുമാനനായ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആശംസ നേർന്ന് സൂചിപ്പിച്ച പോലെ എന്റേത് ശരിയാകുന്നു, നിങ്ങളുടേതൊക്കെ തെറ്റാകുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാം. അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് കുറെ കൂടെ മുന്നോട്ട് പോയി ചിന്തിക്കേണ്ട, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത, എന്നാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരേപോലെ ചിന്തിക്കാൻ കഴിയുന്ന, ശരിയല്ലേ, അദ്ദേഹം പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ആദ്യമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് പലർക്കും അറിവില്ല എന്നത് നാം ഉൾക്കൊള്ളേണ്ടതാണ്. അറിവിൽ വെച്ച് അറിവിന്റെ പാതി അറിയാത്തത് അറിയില്ല എന്ന് പറയില്ല. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത എത്ര അധ്യായമുണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുക ഒരുപക്ഷെ ഹൈന്ദവന് പോലും അസാധ്യമായിരിക്കാം. ഖുർആനിൽ എത്ര അധ്യായമുണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിമിനോട് ചോദിച്ചാലോ അവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അതിനപ്പുറത്തായിരുന്നു നമ്മുടെ ചിന്തകളും പഠനങ്ങളും ഒക്കെ. ജനിച്ചു വീണു, ആ വീണ കുടുംബത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്ന അമ്മയാണെങ്കിൽ അമ്മയുടെ കൂടെ കയ്യും പിടിച്ചാണ് ഉണ്ണിക്കണ്ണൻ പോയത്. അതുകൊണ്ട് തന്നെ അമ്മ കാണിക്കുന്ന ആരാധനകളാണ് അവൻ കണ്ടത്. അച്ഛന്റെ കൂടെ പോയിട്ടാണ് അവൻ തൊഴുതത്. അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ദേവതയുടെ മുമ്പിലാണ് അവൻ പ്രാർത്ഥിച്ചത്. അതിലപ്പുറത്തൊന്നും അവൻ അറിയില്ല. ഋഗ്വേദവും സാമവേദവും അഥർവവേദവും യജുർവേദവും പഠിപ്പിച്ചിട്ടാണോ അവൻ അത് ചെയ്തത്? ഉണ്ണിക്കണ്ണൻ അത് അറിയില്ല. സത്യമാണ്. ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണനെയല്ല, ശ്രീരാമനെയുമല്ല, മറിച്ച് ഏതൊരു ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയും എന്നേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഭാസ്കരൻ ജനിച്ചു വീണ വീട്, എടവക, ആ നാട്, അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രം, അവിടെ നടക്കുന്ന ആചാരങ്ങൾ, അതേ അയാൾ ചിന്തിച്ചിട്ടുള്ളൂ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ മാത്രമല്ല, ബഷീർ എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ ഹാജിയുടെ മകൻ ജനിച്ചതും ഒരു പള്ളിയുടെ സമീപത്താണ്. അവിടുത്തെ ഉസ്താദ്, അവിടുത്തെ ആചാരം, അവിടെ ഉമ്മയും അതുപോലെ ഉപ്പയും എന്താണോ പകർന്നു തന്നത്, ഏതൊരു പള്ളിയിലേക്കാണോ കൊണ്ടുപോയത്, അവിടെ എന്താ നടക്കുന്നത്, അതേ അവൻ അറിഞ്ഞുള്ളൂ. ഖുർആനിൽ ഇതുണ്ടോ? അവൻ അറിഞ്ഞിട്ടില്ല. ഖുർആനിൽ ഇതില്ലേ? അതും അവൻ അറിഞ്ഞിട്ടില്ല. അച്ഛന്റെ ഇടവകയിലെ പള്ളിയിൽ കുരിശു വരക്കാനാണ് ജോർജിന് വിധിയുണ്ടായത്. ബൈബിളിൽ അതുണ്ടോ? പരിശോധിച്ചിട്ടില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിൽ അതുണ്ടോ? പരിശോധിച്ചിട്ടില്ല. 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ എന്തു പറയുന്നു? വേദത്തിന്റെ അന്ത്യഭാഗം അല്ലേ, വേദാന്തത്തെ കുറിച്ചുള്ള ചർച്ചകളിലാണ് നമ്മൾ ഉള്ളത്. മനുഷ്യനും മതങ്ങളും എന്ന വിഷയമാണ് നമ്മുടെ ടോപ്പിക്. ഇത് സംസാരിക്കുമ്പോൾ ആധികാരികമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് ചെവി കൊടുത്തേ പറ്റൂ. ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതല്ല. എനിക്ക് എന്ത് പ്രസക്തി? അള്ളാഹുവിന്റെ ഭൂമിയിൽ ഈ പ്രപഞ്ചനാഥന്റെ അടിമകളിൽ നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ തമ്മിത്തല്ല് വെറുതെ ആയിരുന്നു എന്ന്, ഇവിടെ നടന്ന കലാപങ്ങൾ വെറുതെ ആയിപ്പോയി എന്ന്. ആർക്കും ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഈശ്വരൻ എന്തായാലും ഇതുകൊണ്ട് നേട്ടമില്ല. ഈ പ്രപഞ്ചത്തിന്റെ നാഥന് കലാപങ്ങളെ കൊണ്ടൊരു നേട്ടമില്ല. ഇല്ല, അവൻ ആരെയും തമ്മിത്തല്ലാൻ, അനാവശ്യമായി കൊല്ലാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല. മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വേദഗ്രന്ഥം പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ തെറ്റായ ധാരണകൾ നമുക്കുണ്ട്. തമ്മിൽ തല്ലാനും കലാപങ്ങളേൽക്കാനും കണ്ടുകൂടായ്മ പഠിപ്പിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് മാത്രമല്ല, ഇന്നലകളിലും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും അത് തുടരും. അതിനെല്ലാം ബലിയാടാകുന്നത് എന്റെ ക്ഷേത്രത്തിന്റെ ഈ മുറ്റത്ത്, ഞാൻ ഈ ക്ഷേത്രത്തിൽ സംസാരിക്കുന്ന എന്റെ ചുറ്റിലും നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളാണ്. അല്ല, 714 കോടി മനുഷ്യരെയും അവരുടെ നേതാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. അവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പഠിക്കുകയാണ് എന്താണ് വേദം, ആരാണ് മനുഷ്യൻ, വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം എന്താണ്. ആ ഉള്ളടക്കത്തിൽ തമ്മിൽ തല്ലാനാണോ, അല്ല നിങ്ങളൊക്കെ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് എന്നാണോ? എന്താ ഉള്ളത്? ഹിന്ദു വേറെ, മുസ്ലിമുമായി ഒരിക്കലും രാജിയാകാത്ത, ബന്ധമില്ലാത്ത, തമ്മിൽ ശത്രുത പുലർത്തേണ്ടവരാണ് എന്ന് വേദഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. മനുഷ്യനിർമ്മിതമായ വചനങ്ങളിൽ അതുണ്ട്. കലാപമുണ്ട്, തമ്മിൽ തല്ലലുണ്ട്, അതുപോലെ തന്നെ ജാതീയതയുണ്ട്, വിഭാഗീയതയുണ്ട്, സതിസമ്പ്രദായമുണ്ട്, സ്ത്രീകളോട് അന്യായം പ്രവർത്തിക്കലുണ്ട്, അയൽവാസിയോട് ക്രൂരമായി പെരുമാറലുണ്ട്. എവിടെ? വ്യക്തികളുടെ ആദർശം മതമാകുമ്പോൾ മനുഷ്യർ നിർമ്മിച്ച മതങ്ങളുടെ ആശയങ്ങൾ മനുഷ്യരെ തല്ലിച്ചു. എന്നാൽ ആകാശത്തെ സൃഷ്ടിച്ചവനാരാ? അതൊരു പരാശക്തി ഉണ്ടല്ലോ. അവനാരാണ്?
ആകാശത്തെ സംവിധാനിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. അവനാണ് സൂര്യനെ സംവിധാനിച്ചത്, അവനാണ് ആൽമരത്തെ സംവിധാനിച്ചത്, അവനാണ് തുളസിച്ചെടിയെ സംവിധാനിച്ചത്, അവനാണ് നാഗത്തെ സംവിധാനിച്ചത്, അവനാണ് ചക്ഷുശ്രവണെ സൃഷ്ടിച്ചു വെച്ചത്, അവനാണ് ദർദുരത്തെയും സൃഷ്ടിച്ചത്, അവനാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിനെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ സംഹരിക്കുന്ന ഒരു സർവാധിനാഥൻ അവൻ ആരാണ്? 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ആ സർവശക്തൻ ആരാണ്? മുസ്ലിമിന് വേറെ ദൈവങ്ങളുണ്ടോ? ഹിന്ദുവിന് വേറെ ദൈവമുണ്ടോ? ഉണ്ടോ? ക്രിസ്ത്യാനിക്ക് വേറെയുണ്ടോ? ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഉണ്ട് എന്ന് പറയാനല്ല ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത്, ഇല്ല എന്ന് പറയാനാണ്. പിന്നെ ആരാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരേ ഒരു ശക്തി? പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോണും പ്രോട്ടോണും കോസാറുകളും പൾസാറുകളും ഇതെല്ലാം സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ, അരയാൽ കുരുവിലെ വെളുത്ത കുരുവിനെ സംവിധാനിച്ചതും കടുകുമണിയെ സംവിധാനിച്ചതും ഉലുവയെ സൃഷ്ടിച്ചതും ഒക്കെ ആരെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി, ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഇതുവാൻ, അതെ അല്ലാഹു അൽ ഇലാഹ്, ലോകത്തിന്റെ യഹോവ, സർവശക്തൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, ഉടയ തമ്പുരാൻ, അല്ലേ ആ പടച്ച തമ്പുരാൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, അധീശാധികാരി, അവൻ വല്ലതും നമ്മളോട് പറയുന്നുണ്ടോ? ഉണ്ടോ? ഈശ്വരന്റെ വാക്കുകൾ, വ്യക്തികളുടെ വാക്കുകളല്ല. അപ്പൊ നിങ്ങൾക്കറിയാം, ഹൈന്ദവ വേദങ്ങളെ രണ്ടായി പകച്ചിട്ടുണ്ട്. എന്താ അത്? ശ്രുതി, സ്മൃതി എന്നാണ്. എന്താണ് ശ്രുതി? ശ്രുതികളെന്നും സ്മൃതികളെന്നും വേദപഠനങ്ങളെയും രണ്ടായി, അല്ലേ? നിങ്ങൾക്കറിയാം, 18 അധ്യായമുള്ള ഭഗവത്ഗീത പോലും 3 കാണ്ഡങ്ങളായി, അല്ലേ? ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, എല്ലാവർക്കും അറിയാം. വിജ്ഞാനകാന്ഡം 3 കാണ്ഡങ്ങളായി തിരിച്ചു. എന്തിനാ? പഠന മനന ഗവേഷണ ചിന്തകൾക്ക് വേണ്ടി അതിന് പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ വിശദീകരിച്ചു തന്നു. ദെൻ വളരെ പ്രധാനമായ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം നമുക്ക്. സാധാരണയായി ഇവിടെ പൗരസമിതി സംഘടിപ്പിച്ചിട്ടുള്ള, ക്ഷേത്രവുമായി ഐക്യപ്പെട്ട് സംഘടിപ്പിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളുടെ ഒരു കൂട്ടായ്മയും ഒരു ആധ്യാത്മിക പ്രഭാഷണവുമാണിത്. നിങ്ങൾക്കൊരാൾക്കും ഇത് മനസ്സിലാകാതെ പോകില്ല, ഉറപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയാൽ നിങ്ങൾ ചോദിക്കണം, ചോദിച്ചു പഠിക്കണം. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആത്മാവ് ആശ്ചര്യമത് വദ്യതദീ തദൈവ ജന്യ, ആശ്ചര്യമോ വന്യശൃണോതി മൃതായ. ആത്മാവെന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ഭഗവത്ഗീതയിലാണ് പറയുന്നത്, ഗീതയാണ് പറയുന്നത്. ഇതേ കാര്യം അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, മാനവരാശിയുടെ വഴികാട്ടിയായ ഗ്രന്ഥം, അതിലും പറയുന്നു. യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ദൈവത്തിങ്കലാകുന്നു. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഖുർആനിലെ 17-ാം അധ്യായം 85-ാമത്തെ വചനം. മനുഷ്യർക്ക് വളരെ കുറഞ്ഞ അറിവേ നൽകിയിട്ടുള്ളൂ. മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം മനന സ്വഭാവമുള്ളവൻ എന്നാണ്. മനന സ്വഭാവം, ഗവേഷണ തൽപരത. നമ്മുടെ മനസ്സിൽ എപ്പോഴുള്ള എന്താണ്? ആരാണ് ഈ വിസ്മയകരമായ പ്രപഞ്ചത്തെ സംവിധാനിച്ചതാരാണ്? അത് ചിന്തിച്ചാൽ അവൻ കുറ്റക്കാരനാകുമോ? ആരാണ് മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ്? നല്ലൊരു ചിന്തയാണ് പറയുന്നത്. ക്രിസ്തുമതമില്ല, ഹിന്ദുമതമില്ല, സനാതന ധർമ്മമില്ല, കൃഷീശ്വരന്മാരില്ല, ശ്രുതികളില്ല, സ്മൃതികളില്ല, ആരണ്യകങ്ങളില്ല, 18 പുരാണങ്ങളില്ല, ഇല്ല മഹാഭാരതമില്ല, രാമായണമില്ല, ഒന്നുമില്ല. 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളില്ല, ഋഗ്വേദ, സാമവേദ, അഥർവവേദ ആദികളില്ല, ഇല്ല. അതൊന്നുമില്ലാത്ത കാലം. എവിടെ? സിനഗോഗുകളില്ല, പള്ളി മുനാരങ്ങളില്ല, ആരാധനാ കേന്ദ്രങ്ങളില്ല, മനുഷ്യർ പോലുമില്ല. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? കുറെ പിറകോട്ട് പോയാൽ അച്ഛന്റെ അപ്പുറത്ത്, അതിന്റെ അപ്പുറത്ത്, അതിന്റെ അപ്പുറത്ത് ആദിയുടെ ഒരു തുടക്കം, മനുഷ്യന്റെ തുടക്കം, ആദാമിന്റെ തുടക്കം, ശിവപാർവതി സങ്കല്പം, അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ നോക്കുമ്പോ ആദ്യത്തെ മനുഷ്യനിൽ നിന്ന്, ആദാമിൽ നിന്ന്, ഹവ്വായിൽ നിന്ന് ലോകത്ത് മനുഷ്യവാസം ഉണ്ടായി. എത്ര സുന്ദരമാണ്! ആ മനുഷ്യ മക്കൾ ആരാ? ഒരു ദൈവത്തിന്റെ അടിമകൾ. അവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭൂമിയിലേക്ക് വന്ന് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ആസ്വദിച്ച്, ഇവിടുത്തെ ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിച്ച് ദൈവത്തിന്റെ ഭൂമിയിലേക്ക് മനുഷ്യർ വരികയായിരുന്നു. അപ്പൊ ഒരു കാര്യം ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലായി, ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലായി. അതെന്താണത്? ശ്രുമേ പരം വജ. അർജുന, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ച് കേട്ടു പഠിക്കണം. അല്ലാതെ ചാടിക്കളിക്കരുത്, കോപമുണ്ടാകരുത്. വളരെ ശാന്തമായി കേൾക്കുക. ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞതും അത് തന്നെയാണ്.
ദശരഥ മഹാരാജാവ് ശ്രീരാമനോട് കാട്ടിൽ പോകാൻ പറഞ്ഞു. 14 വർഷത്തെ വനവാസം. അറിയാത്തവരുണ്ടോ ഈ സദസ്സിൽ, സ്റ്റേജിൽ? ഇല്ല. 14 വർഷത്തെ വനവാസം അല്ലേ? ആർക്കാ ദേഷ്യം വന്നത്? ലക്ഷ്മണനാണ്. എന്തേ ദേഷ്യം വരാനുള്ള കാരണം? രാമനോടുള്ള സ്നേഹം അസ്ഥാനത്തായാൽ വലിയ കുഴപ്പമാണ്. ഒരു രാജ്യത്തോട് അപാരമായ സ്നേഹം അത് മറ്റുള്ളവരെ വെറുക്കാൻ കാരണമായാൽ ആ സ്നേഹം ശരിയല്ല, അത് തെറ്റാണ് അല്ലേ? സൗദി അറേബ്യയോട് എന്റെ സ്നേഹം ഇന്ത്യയെ വെറുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ രാജ്യദ്രോഹിയാണ്, ഞാൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്തവനാണ്. എന്താ കാരണം? ശ്രീരാമന്റെ ചരിത്രം അതാണ്. ശ്രീരാമനോട് അമിതമായ സ്നേഹം ലക്ഷ്മണന് രാമൻ അംഗീകരിച്ചില്ല, ശ്രീരാമൻ അംഗീകരിച്ചില്ല. കാരണം രാമനെ എന്ന് പറയുന്ന കഥാപാത്രത്തെ എങ്ങനെയാ പഠിച്ചത്? അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, വിദ്യാവാചസ്പതി വി പനോളി വാൽമീകിയുടെ രാമൻ എന്ന വിഖ്യാതമായ ഗ്രന്ഥം എത്രയോ ഞാൻ വായിച്ചിട്ടുണ്ട്, രാത്രികളിൽ വായിച്ചിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, ചിത്രകൂടത്തിൽ രാമനോട് ലക്ഷ്മണൻ പറഞ്ഞു, കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞു അല്ലേ? ആഹാ, എന്റെ അച്ഛനെ ഞാൻ കൊല്ലും എന്ന് ലക്ഷ്മണനാ പറയുന്നത്. അച്ഛനെ കൊല്ലും. അതിന് അദ്ദേഹം പറഞ്ഞത്, എന്റെ അരയിൽ തൂക്കിയ വാള് അലങ്കാരത്തിനുള്ളതല്ല, എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് കുത്തിപ്പിടിക്കാനുള്ളതല്ല. കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞുവല്ലേ? കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞുവല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. അവിവേകികളോട്, താർക്കികന്മാരോട്, കോപാകുലരോട് മിണ്ടരുത് എന്ന് നിയമം ഉണ്ടത്രേ. അതുകൊണ്ട് അവിടെ വെച്ച് മിണ്ടിയില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ ചോദിച്ചു, വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അത് നിന്റെ അറിവില്ലായ്മയാണ്, നിന്റെ അറിവില്ലായ്മയാണ്. അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഇത് പറയുമായിരുന്നില്ല. കാരണം രാജാധികാരം, സിംഹാസനം, അതാണല്ലോ ലോകത്ത് വർഗീയ കലാപങ്ങളുടെ ഒക്കെ കാരണം. എന്തെങ്കിലും ഒരു മഹാത്മാവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രോജ്വലിപ്പിച്ച് കാണിച്ച് അതിലേക്ക് ആളുകളെ കൂട്ടി അതിന്റെ പേരിൽ ലോകത്ത് അധികാരത്തിലേറിയ ചരിത്രമല്ലേ ഏത് കാലഘട്ടത്തിലെയും മനുഷ്യന്റെ ചരിത്രം. അവിടെയാണ് ശ്രീരാമൻ എന്ത് പറഞ്ഞത്? ശ്രീരാമൻ പറഞ്ഞത്, ലക്ഷ്മണ, അതായത് അച്ഛൻ, മനുസ്മൃതിയിൽ കാണാം, എന്താ അവിടെ പറയണെന്നറിയോ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നാണ്. എന്താ ഇതിനർത്ഥം? മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കണം, പിതാവിനെ ദൈവതുല്യം സ്നേഹിക്കണം, അതിഥികളെ ദൈവതുല്യം സ്നേഹിക്കണം. അതിഥികളായി ഇങ്ങോട്ടൊരു നാട്ടുകാർ വന്നാൽ ആ ആളുകളെ ദൈവതുല്യം സ്നേഹിക്കാനാണ് ഇവിടെ പഠിപ്പിച്ചത്. ആചാര്യനെ ദൈവതുല്യം. അതാണ് ശ്രീരാമൻ എന്ത് പറഞ്ഞത്? എനിക്ക് ഈ അയോധ്യയോ അച്ഛനോ എനിക്കൊരു പ്രശ്നമല്ല, എന്റെ കഴിവ് നിനക്കറിയാം, പക്ഷേ അകാരണമായി ഒന്നിനെയും കൊല്ലരുത് എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്? എന്താ പറയണത്? രസകരമാണ്. പുത്രമിത്ര കളത്രാദി സംഗമം, എത്രയും ചഞ്ചലമായ സംഗമം. അച്ഛൻ, അമ്മ, കുടുംബം, തറവാട്, ഭാര്യ, മക്കൾ എന്ന് പറഞ്ഞാൽ എടാ അതൊരു ക്ഷണപ്രഭാ ചഞ്ചലമാണ്. മിന്നൽ പിണറിനെ പോലെ അത് അവസാനിച്ചു പോകും. അതിന്റെ പേരിലൊന്നും നമ്മൾ ആരെയും കൊല്ലരുത്, കോപാകുലരാകരുത്. അതിലൊന്നും ഒരർത്ഥവും ഇല്ല. അധികാരം എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് വന്നാൽ കഴിഞ്ഞു. അതിന് അദ്ദേഹം ഉപയോഗിച്ച പദം എന്തറിയോ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ഈ ദുനിയാവിലെ നല്ല വീട്, നല്ല വാഹനം, നല്ല സമ്പത്ത്, ഹൈവേയിലെ എസ്റ്റേറ്റുകൾ, നല്ല സൂപ്പർ മാളുകൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്ഷണപ്രഭാചഞ്ചലമാണ്. അതിന്റെ മുതലാളി ഒരു ആക്സിഡന്റ് പറ്റിയാൽ കഴിഞ്ഞു കഥ അല്ലേ? അത്രേ ഉള്ളൂ. ഒരു അഗ്നിക്കിരയായ കഴിഞ്ഞു, ഒരു സൈലന്റ് അറ്റാക്ക് വന്നാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ അച്ഛനെ നമുക്ക് നശിപ്പിച്ച് അധികാരം പിടിച്ചെടുക്കണം എന്നല്ല പറയുന്നു. അത് മറന്നാൽ സനാതന ധർമ്മത്തിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അകാരണമായ ഒരു മനുഷ്യനെയും കൊല്ലാത്ത പ്രവാചകന്റെ പേരിൽ മനുഷ്യരെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് പാപമാണ്. ഒരു ആചാര്യനും മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല, തല്ലാൻ പഠിപ്പിച്ചിട്ടില്ല, അനാവശ്യമായി അക്രമങ്ങളിൽ ഏർപ്പെടാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വേദം എന്ത് പഠിപ്പിച്ചു എന്ന് പഠിക്കാതെ വേദം പറയുന്നു എന്ന് ഒരാൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ. നമ്മൾ നോക്ക്, LKG പഠിക്കുന്നു, UKG പഠിക്കുന്നു, +2 വരെ കുട്ടികളെ അത് പഠിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അമ്മമാരെ ഉണ്ടോ? ഉമ്മമാരിലുണ്ടോ? പിതാക്കന്മാരിലുണ്ടോ? വേദം എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം തന്നെ എന്താ? അറിവ് എന്നാണ്, ജ്ഞാനം എന്നാണ്, വിദ്യ എന്നാണ്. എന്താ നമ്മൾ അത് ചിന്തിക്കാത്തത്? വേദം എന്ന് പറഞ്ഞ വിവരക്കേട് എന്നല്ല, വേദം എന്ന് പറഞ്ഞ അറിവാണ്. മനുഷ്യന്റെ വിവരക്കേടുകൾ വേദഗ്രന്ഥത്തിന്റെ പേരിൽ പറഞ്ഞവരുണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. അതാണ് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം.
ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാണ്, മതഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടച്ചലുകൾ ഉണ്ടായി. എടി കൊസാംബിയുടെ ഗ്രന്ഥത്തിൽ കാണാം നിങ്ങൾക്ക്. എന്തിന്? രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ 552 പേജിൽ പറയുന്നത് പുനർജന്മ സിദ്ധാന്തം പോലും ചതുർവേദത്തിൻ്റെതല്ല എന്നാണ്. പുനർജന്മ സിദ്ധാന്തം പോലും ചതുർവേദത്തിൻ്റെതല്ല, ജാതി ഭ്രാന്ത് മൂത്തവരുടെ സൃഷ്ടിയായിരുന്നു അത് എന്നാണ് രാഹുൽ സാങ്കൃത്യം പറയുന്നത്. അവിടെയാണ് ജാതീയതയുടെ പേരിൽ ഇന്നും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം എന്തൊക്കെ നടന്നു. അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇലത്താളം മുട്ടുന്ന താഴ്ന്ന ജാതിക്കാരനെ പുറത്താക്കി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എന്തേ കാരണം? അയാൾ താഴ്ന്ന ജാതിക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ മേൽജാതി കീഴ്ജാതി എന്ന വമ്പിച്ച പ്രശ്നം ലോകത്തെല്ലായിടത്തും. നെൽസൺ മണ്ടേല എല്ലാവർക്കും അറിയാലോ. അവിടങ്ങളിലെല്ലാം നമ്മൾ ഗൗരവമായ പഠനം, മതങ്ങളെ കുറിച്ച്, ദർശനങ്ങളെ കുറിച്ച്, സിദ്ധാന്തങ്ങളെ കുറിച്ച് എല്ലാം ആഴമേറിയ പഠനങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ വരും നൂറ്റാണ്ടിൽ നമ്മളൊക്കെ അകന്നു പോകും. അല്ലെങ്കിൽ നമുക്ക് ഒന്നാകാൻ കഴിയണം. എങ്ങനെ കഴിയും? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. എന്താ അതിന്റെ അർത്ഥം? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ലോകമാണ് തറവാട്. കണ്ടോ? പാകിസ്ഥാനും ഇറാനും ഇറാഖും ചെച്നിയും കൊസോവയും ലബനാനും ഗാസയും ഫലസ്തീനും മനുഷ്യരുടെ തറവാടാണ്. ആദ്യ പിതാവ് എവിടുന്ന അങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ ഈ ഭൂമുഖത്തേക്ക് വന്നത് സ്വർഗലോകത്ത് നിന്നാണ്. വേദഗ്രന്ഥങ്ങൾ, സെമിറ്റിക് മതങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്ന കാതലായ വശം. ആ അച്ഛന്റെ അമ്മയുടെ മക്കൾ നമ്മുടെ തറവാട് ഒന്നാണ്. എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അത്? ആളുകൾക്ക് നേരെ കണ്ണിട്ട് കാണിക്കുന്നു, ആളുകളെ പരിഹസിക്കുന്നു, അപഹസിക്കുന്നു. ഇതൊന്നും മതമല്ല, ഇതൊന്നും മതമല്ല. മറിച്ച് അറിവില്ലാത്ത സമൂഹത്തിന് അറിവ് പകരൽ, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞില്ലേ? വിദ്യ കൊണ്ട് എന്താണോ അറിയേണ്ടത് മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. ഞാനും നിങ്ങളും മനുഷ്യരല്ലേ? ഏത് മതം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഒരാൾക്ക് ചാർവാക ദർശനം സ്വീകരിക്കണം തോന്നി. എന്താ ചാർവാക ദർശനം? ശുദ്ധ നിരീശ്വരത്വമാണ്, ഈശ്വരനില്ല. അതാണ് നമ്മളിപ്പോ സാധാരണ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു അല്ലേ? മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചെന്ന് പറയും. അതുപോലെ തന്നെ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു എന്ന് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളുടെ വരികളാണ് ആ വരി അല്ലേ? നമ്മുടെ വിശ്വാസം എന്താ? ഈ ലോകത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അജയ്യനായ, അനുപമനായ, അദ്വിതീയനായ, അപ്രാപ്യനായ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു പരാശക്തിയുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. അതാണ് മതം. മതം എന്ന് പറയുന്നത് അഭിപ്രായം എന്നതിന് അർത്ഥമുണ്ട്. കേരളത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ മതം എന്ന അഭിപ്രായം. എന്നാൽ മതം ഖണ്ഡിതമാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മതങ്ങൾ മനുഷ്യനിർമ്മിതവും മതം ദൈവികവുമാണ്. ദൈവങ്ങൾ മനുഷ്യനിർമ്മിതവും ദൈവം പ്രപഞ്ചത്തിന്റെ നാഥനുമാണ്. അതാണ് വ്യത്യാസം. ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം സൂര്യനെ സൃഷ്ടിച്ചു, ആ ദൈവം ചന്ദ്രനെ സൃഷ്ടിച്ചു, ആ ദൈവം മനുഷ്യർക്ക് ജീവിതക്രമമായി മതം എന്ന പേരിൽ ഒരാദർശത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതെവിടെ നമുക്ക് കിട്ടുക? എവിടുന്ന് നമുക്കത് കിട്ടുക? അല്ലെ, നമുക്ക് ആർക്കെങ്കിലും ഇന്ന് വാദമുണ്ടോ? സൂര്യൻ ഇന്ന മതവിഭാഗക്കാരൻ്റെതാണ്, ചന്ദ്രൻ ഇന്ന മതവിഭാഗക്കാരനാണ്. നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഈ ഭൂമി ഒന്നാണെങ്കിൽ, സൂര്യൻ ഒന്നാണെങ്കിൽ, ചന്ദ്രൻ ഒന്നാണെങ്കിൽ, അതിനെ സൃഷ്ടിച്ച ഒരു പരാശക്തി ഉണ്ടെങ്കിൽ, അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരം നമുക്ക് കേട്ടൂടെ? ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രുതി സ്മൃതി എന്ന് പറഞ്ഞല്ലോ. എന്താണ് ശ്രുതി? ശ്രവിക്കപ്പെട്ടത് എവിടുന്ന്? ഈശ്വരനിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ടതിന് ശ്രുതി. അതിൽ മനുഷ്യന്റെ വചനമില്ല, ദൈവത്തിന്റെ മാത്രം വചനമാണ്. എന്താണ് സ്മൃതി? ആചാര്യന്മാരുടെ ഓർമ്മകളിൽ നിന്ന് അവരെടുത്ത് നമുക്ക് നുകർന്നു തന്ന വചനാമൃതങ്ങളുടെ ആകത്തുക. ഇനി നമുക്ക് പരിശോധിക്കാം. ഇതിൽ ചതുർവേദങ്ങളെ ദൈവികം എന്നാണ് സ്വാമി വിവേകാനന്ദനെ പോലെ ഉപനിഷത്തുക്കളെയും അങ്ങനെ വിലയിരുത്തുന്നു. ഏതോ ആവട്ടെ, സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യങ്ങളാണ്. അത് വായിക്കാനും പഠിക്കാനും ആധുനിക യുവതയോട് നിങ്ങൾ പറയണം. ശരി തെറ്റുകളോ വിയോജിപ്പുള്ള കാര്യങ്ങളോ ഉണ്ടാവാം, സ്വാഭാവികം. എന്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതും ഉണ്ടാകാം. ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുകയും ഇല്ലാത്തതിന്. നമുക്കറിയാം, ഒരു പ്രയോജനം ഇല്ലാത്തതാണ് സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരുത്തനും അഭിപ്രായം ഉണ്ടാവില്ല സിനിമ മാനവിക മൂല്യം ഉൾക്കൊള്ളുന്നതാണ്. സിനിമ കൊണ്ടുണ്ടായ ദുരന്തങ്ങൾ ഇന്ത്യയല്ല ലോകം മുഴുവനും ചർച്ച ചെയ്യും.
എന്നിട്ടും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും 2.5 മണിക്കൂർ വിലപ്പെട്ടത് ജീവിതത്തിൽ അതിനു വേണ്ടി തൊലക്കണില്ലേ, നശിപ്പിക്കണില്ലേ? ഉണ്ട്. അവിടെ ഇഷ്ടമുള്ളോ ഇല്ലാത്തോ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതൊക്കെ മനുഷ്യ സ്വാഭാവികമാണ്. ഞാൻ പറയണ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സംഭവ്യമേ അല്ല. നിങ്ങൾ പറയണല്ലേ എനിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് സംഭവമല്ല. പക്ഷെ നമുക്കെല്ലാം ഒരു പൊതുതത്വത്തിൽ നമുക്കെല്ലാം ഒന്നിച്ചുകൂടെ? അതേതാ പൊതുതത്വം? ഈ ഒരു വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. വളരെ സിമ്പിളായ, ആർക്കും അതിൽ പിന്നെ അവ്യക്തത ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ മറന്നോളൂ, എന്നെയും എന്റെ പേരും എന്റെ പ്രസ്ഥാനം ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ജീവിതത്തെ കുറിച്ച് അറിയാതെ ഇന്നും മരിച്ചാൽ ദൈവസന്നിധിയിലെത്തും, ഷുവർ. അതാണ് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത്. എന്താ പറഞ്ഞത്? ഹദോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ മോക്ഷസ്യേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, അല്ലയോ കുന്തിപുത്ര, ഈ അതായത് അർജുനൻ എന്ത് പറഞ്ഞു? കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഉറ്റവരാണ്, ഉടയവരാണ്. ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല എന്ന് അർജുനൻ വാശി പിടിക്കുകയാണ്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയാണ്, അർജുന, ഇത് വാശിയുടെ പ്രശ്നമല്ല, കുടുംബത്തിന്റെ പ്രശ്നമല്ല, ഇത് ധർമാധർമ്മ യുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗത്ത് പോകും. ഹദോവ പ്രാപ്സ്യസി സ്വർഗം. സ്വർഗം ഉണ്ടെന്നാ പറയുന്നത്, അല്ലാതെ പന്നിയായി, നായയായി, പാമ്പായി അടുത്ത ജന്മത്തിൽ ജനിക്കുമെന്ന് ചതുർവേദത്തിൽ ഒരിടത്തുമില്ല. ഉപനിഷത്തുക്കളിൽ തന്നെ മനുഷ്യന്റെ കൈകടത്തിലുണ്ടായ ഛന്ദോക്യോപനിഷത്തിന്റെ 10-ാമത്തെ അധ്യായം എടുത്താൽ അവിടെ മാത്രമേ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുക. അതല്ലാത്ത ഒരു സ്ഥലത്തും മനുഷ്യരാരാ? ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ. കറുത്തത് ദൈവികമായ ഒരു അനുഗ്രഹമാണത്. കറുപ്പ്, വെളുപ്പ്, നിറം, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ ദൈവം നിശ്ചയിക്കുന്നതാണ്. അല്ലാതെ അതൊന്നും ജനിച്ച തറവാടിന്റെ അതൊന്നും നോക്കിയിട്ടില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹാസിട്ടി ലോകത്തിന്റെ സിട്ടാവിന്റെ അടിമയാകുന്നു. അതുവഴി അവർക്കിടയിൽ ഉച്ചനീചത്വം തകരുകയാണ്. അതല്ലേ ബാന്ധവ മാനവ സർവേ സ്വദേശാപുവനത്ര എന്ന് പറയും. അവിടെയാണ് സ്വർഗമുണ്ടെന്ന് പറയുന്നു. ധർമാധർമ്മ യുദ്ധത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി മരിച്ച സ്വർഗമുണ്ടെന്ന് പറയും. ശരി, ഈ സ്വർഗവും നരകവും വേദം എന്തിന്റെ പേരിൽ പഠിപ്പിച്ചു? മനുഷ്യ ജീവിതത്തിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? ഇപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെ ആലോചിച്ച് നോക്ക്. ഇന്നലെ രാത്രി പുറപ്പെട്ട യാത്രയാണ് ഞാൻ. ഇന്നലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്റെ നാട്ടിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അവിടെ ഒരു പ്രഭാഷണം നടത്തി. അവിടെ നിന്ന് വളരെ ദൂരം നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. നാളെ എനിക്ക് വേറൊരു നാട്ടിലാണ് പ്രഭാഷണം. ഞാൻ എന്തിനിങ്ങനെ യാതൊരു ലാഭവും ഇല്ലാതെ, ഈ യാത്രക്ക് എക്സ്പെൻസ് ഇല്ല, ഈ യാത്രക്ക് കൂലിയില്ല, ഈ യാത്രയിൽ വോട്ട് ചോദിക്കുന്നില്ല, ഈ യാത്രയിൽ ചായ ആവശ്യപ്പെടുന്നില്ല, ഈ യാത്രയിൽ ടിക്കറ്റ് എടുത്തു തരണമെന്ന് ക്ഷണിച്ചവരോട് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇത്? അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ആധ്യാത്മിക ജ്ഞാനം പകർന്നു തന്ന് നമ്മളൊക്കെ നല്ല ഐക്യത്തിലായി നല്ല ജീവിതം നയിച്ചാൽ എനിക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്തിനിത് ചെയ്യണം? നേരെ മറിച്ച് തീവ്രവാദം പഠിപ്പിച്ചാൽ അമേരിക്കയിൽ നിന്ന് പൈസ വരും, അറബ് രാജ്യത്തുനിന്ന് പണം വരും, അത് വാങ്ങി എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. എങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ? ഞാനാകട്ടെ അതിനെതിരെ ശക്തമായി വാദിക്കുന്നു. അത് ചെയ്യരുതെന്ന് പറയുന്നു, അത് മതമല്ലെന്ന് പറയുന്നു. അതിന്റെ പേരിൽ എന്നെ കൊല്ലാൻ ആളുകൾ വരുന്നു, എന്നെ ട്രെയിനിൽ നിന്ന് പിടിച്ചും തന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഞാൻ ആണായി ജീവിക്കുന്നു, നട്ടെല്ലോടുകൂടി ആളുകളോട് കാര്യം പറയും. പലപ്പോഴും സത്യം പറഞ്ഞ ആളുകൾക്ക് ദഹിക്കുവോ? നിങ്ങൾ എന്നെ പറ, സത്യം മനുഷ്കൃത്യമായ ഒരു സത്യം, രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമില്ലാതെ പോവുക. നമുക്കത് പാടില്ല. ഭാരതീയ ദർശനത്തിന്റെ അകക്കാമ്പ് എന്താണെന്നറിയോ? ഇവിടെ അമ്മമാരുണ്ട്, ഞാൻ കാണുന്നുണ്ട് ഇവിടെ വയോവൃദ്ധരായ അമ്മമാരെ. ആ അമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരാ ഗാന്ധാരി? ആ ഗാന്ധാരിയോട് ചോദിക്കുകയാണ് ആര്? ദുര്യോധനൻ. അമ്മേ, അമ്മേ ഞങ്ങൾ ജയിക്കുമോ? അമ്മേ ഞങ്ങൾ ജയിക്കുമോ? നേരെ മറിച്ച് ഗാന്ധാരിയുടെ മറുപടിയോ? അതാ ഞാനും നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഞാൻ സ്വീകരിക്കേണ്ടതും നിങ്ങൾ സ്വീകരിക്കേണ്ടതും അതാണ്. എന്താ ഗാന്ധാരിയുടെ മറുപടി? യദോ ധർമ്മസ്തോ ജയ. എന്താ വാക്ക്? എന്താ വാക്ക്? യദോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ, കണ്ടോ, ഹിന്ദു ജയിക്കട്ടെ എന്നല്ല, ക്രിസ്ത്യാനി ജയിക്കട്ടെ, മുസ്ലിം ജയിക്കട്ടെ എന്നല്ല, ഭാരതീയൻ ജയിക്കട്ടെ എന്നല്ല, എവിടെ ധർമ്മമുണ്ടോ. ധർമ്മം അമേരിക്കയിലുള്ളത്, നാ അമേരിക്ക ജയിക്കണം. ധർമ്മം ഇന്ത്യയിലുള്ളത്, നാ ഇന്ത്യ ജയിക്കണം. ധർമ്മം ഹൈന്ദവന്റെ കയ്യിലുള്ളത്, നാ ഹൈന്ദവത ജയിക്കണം. എത്ര സുന്ദരമാണ്! ഇതിൽ വർഗീയത ഉണ്ടോ? യദോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ഈ എറണാകുളം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയ വാർത്ത വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? അവിടെ എഴുതിയ വാചകം എന്താ? സത്യമേവ ജയതേ. സത്യേ ജയിക്കാൻ പാടുള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. ചുരുക്കി സാധാരണക്കാരായ നാടൻ മനുഷ്യന്മാർക്ക് വേണ്ടി പറയുന്നത്, അല്ലാതെ വലിയവർക്ക് വേണ്ടി ഇവിടെ പറയണില്ല. വലിയവരാരും ഇവിടെ ഇല്ല, നമ്മളൊക്കെ സാധാരണക്കാരൻ. ആ സാധാരണക്കാരോട് സംസാരിക്കുമ്പോ
ലോകത്ത് നമുക്ക് തന്നെ അറിയാം. എന്റെ മകൾ ഒരു തെറ്റ് ചെയ്തു വന്നാൽ, എന്റെ ആദ്യത്തെ മകൾ, എനിക്ക് 5 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയും ഉണ്ട് ഇപ്പോൾ. സഹോദരങ്ങളെ, എന്റെ മകൾ തെറ്റ് ചെയ്തു വന്നാൽ, മാധവേട്ടന്റെ വീട്ടിൽ പോയി മോഷണം നടത്തി എന്റെ മകള് വന്നാൽ, ഞാൻ എന്റെ മകളെ ന്യായീകരിക്കണമോ? ഞാൻ എന്റെ മകളെ സാരല്ല എന്ന് പറയണമോ? മകളാണോ മകളല്ലേ എന്നുള്ളതല്ല, ചെയ്തത് തെറ്റാണോ, ഇതാണല്ലോ പരിഗണിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മുടെ നാടിനത് നഷ്ടപ്പെട്ടു. ഒരു ഹൈന്ദവൻ തെറ്റ് ചെയ്താൽ പറയാൻ കഴിയുമോ ഇത് തെറ്റാണെന്ന് ക്ഷേത്ര കമ്മിറ്റിക്ക്? അങ്ങനെ ഒരു ലോകത്തേക്ക് പള്ളി കമ്മിറ്റിയിലെ ഒരു മെമ്പർ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പള്ളി നയിക്കുന്ന ഉസ്താദിന് പറയാൻ കഴിയുമോ? ഞങ്ങളുടെ വിഭാഗം ചെയ്ത് തെറ്റാണ്, ഹൈന്ദവരെ മാപ്പാക്കണം എന്ന് പറയാൻ അത് കഴിയുന്ന കാലം അതിനു വേണ്ടിയാണ് നമ്മുടെ പ്രയത്നം. അതിനെന്ത് വേണമെന്നറിയോ? എന്താണ് ജീവിതം എന്ന് തിരിച്ചറിയണം, ആരാണ് ദൈവം എന്ന് തിരിച്ചറിയണം. നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ ഐക്യത്തെ, നമ്മുടെ സാഹോദര്യത്തെ, നമ്മിലെ സഹിഷ്ണുതയെ, നമ്മുടെ ആർദ്രതയെ, നമ്മുടെ അലിവിനെ ആരില്ലാതാക്കി എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാതെ എങ്ങനെ ജീവിച്ച് ഇവിടെ നാക്കാലികൾ തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു. അതുപോലെ ബഷീറും സുബൈറും കുഞ്ഞിക്കണ്ണനും മാധവനും തിന്നും കുടിച്ചു ഇങ്ങനെ പോയാ മതിയോ? പോരാ, അങ്ങനെ പറ്റില്ല എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥങ്ങൾ മാനവതയെ എന്ത് പഠിപ്പിക്കുന്നു? തമ്മിൽ തല്ലാൻ പഠിപ്പിച്ചുവോ? ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. മുസ്ലിം സമുദായവും എന്റെ താടി വരെ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷെ വിഷയങ്ങൾ കൃത്യമായിട്ട് കേട്ട് പഠിച്ചു നോക്കിയേ, നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. എന്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈന്ദവരുള്ള അനവധി ക്ഷേത്രങ്ങളുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അനവധി ക്ഷേത്രങ്ങൾ. കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷ് എന്റെ അയൽവാസിയാണ്. ഒരുപാട് ആളുകൾ, RSSന്റെ വലിയ നേതാക്കന്മാർ, അതുപോലെ BJPയുടെ ആളുകൾ, CPMന്റെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും. എന്റെ ചുറ്റുവട്ടത്തെ എല്ലാ വീടും അമുസ്ലിങ്ങളുടേതാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മുസ്ലിങ്ങളുടെ വീട്. ഇന്ന് വരെ എന്നെ കുറിച്ച് ഒരു എതിരഭിപ്രായം ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ ആ നാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് താമസം മാറ്റിയപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്റെ ശശിയേട്ടനാണ്, എന്റെ ശ്രീധരേട്ടനാണ്. പോകരുത് മോനെ എന്ന് പറഞ്ഞത് ഇപ്പോഴും എന്നോട് തിരിച്ചു വരാൻ പറയുന്നതും അവരാണ്. എന്തുകൊണ്ട്? അവർക്കറിയാം ഞാൻ ശുദ്ധനായ മുസ്ലിമാണെന്ന്, ഞാൻ ഏകദൈവാരാധകനാണെന്ന്, അതിനുവേണ്ടി വാദിക്കുന്ന ആളാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ഗുണം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പെരുമാറ്റം, ഒരു മുസ്ലിമിന് മുസ്ലിമായി കൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പൂജാരിയെ സ്നേഹിക്കാൻ കഴിയുക. അതിന് നിലവിളക്കൊളുത്തണ്ടയില്ല, വേണ്ട. പള്ളിയിൽ കുഞ്ഞിക്കൃഷ്ണൻ വന്ന് പള്ളിയിൽ ഒരു ഇബാദത്ത് ആരാധന നിർവഹിച്ചാലേ മുസ്ലിങ്ങളായിട്ട് സൗഹൃദമുള്ളൂ എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അത് സൗഹൃദമല്ല, അത് മതലേനമാണ്. മതലേനമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. മനുഷ്യൻ സൗഹൃദപ്പെടണം. അതായത് ഒരാൾക്ക് ചുവന്ന തുണി എടുക്കണം തോന്നി, അയാൾ ഉടുത്തോട്ടെ, അത് അയാളുടെ വിശ്വാസവും അയാളുടെ ആഗ്രഹവുമാണ്. ആ ചുവന്ന തുണി ഉടുത്ത, കാഷായ വസ്ത്രം ധരിച്ച, മഞ്ഞ ഡ്രസ്സ് ധരിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമമാണല്ലോ ഇവിടെ മാവേലിക്കര. ഞാൻ അവിടെയും പ്രസംഗിച്ചിരുന്നു. എവിടെയാണെങ്കിൽ എന്താ, മനുഷ്യരോട് നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഒരാശയമേ ഉള്ളൂ. ആ ആശയമാണ് യഥാർത്ഥ മതത്തിന്റെ ആശയം. അതെന്താണ്? അത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു ആദർശമാണ്. ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ, ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ വളരെ സൗഹൃദത്തിൻ്റെതാണത്, കലാപത്തിൻ്റെതല്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. അതായത് ഹിന്ദു മതത്തെ പ്രതിദാനം ചെയ്തിട്ട് ഒരുപാട് സ്വാമിജിമാരുടെ കൂടെ അനവധി ക്ഷേത്രങ്ങളിൽ, 30-ലധികം ക്ഷേത്രങ്ങളിൽ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ, അതിന് മുമ്പത്തെ പറയില്ല, അതൊന്നും റെക്കോർഡില്ല, റെക്കോർഡുകളുള്ള പ്രസംഗങ്ങൾ ലോകത്ത് നെറ്റിൽ കയറിയ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അനവധി. ഇപ്പൊ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിലെ സ്വാമിജിയുമായി നടത്തിയ കരുനാഗപ്പള്ളിയിലെ ചെറിയഴീക്കൽ ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള, ഇടവാ ക്ഷേത്രം ഉൾപ്പെടെയുള്ള, ഓച്ചിറയിലെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ അങ്ങ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തെ എത്ര ക്ഷേത്രങ്ങൾ, അതുപോലെ ഗുരുവായൂർ ക്ഷേത്ര നട തുടങ്ങി എവിടെ പ്രസംഗിച്ചാലും അവിടെയൊക്കെ സ്വാമിജിമാരുടെ കൂടെ സ്നേഹത്തോടെ, ഐക്യത്തോടെ, ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെ വിയോജിക്കുമ്പോൾ പോലും, ആശയപരമായി വിയോജിക്കുമ്പോൾ പോലും സ്നേഹം നിലനിർത്തി പറയാൻ കഴിയുക. കുട്ടി ചെയ്യുന്ന തെറ്റിനെ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കുക. അല്ലാതെ അത് തെറ്റ് ചെയ്തു കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നത് മനുഷ്യത്വപരമല്ല. ഒരു 2 വീലറിന്റെ സൈഡ് സ്റ്റാൻഡ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ തട്ടാതെ പോയാൽ, ആ തട്ടാതെ പോകുമ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോ എന്താ, നമ്മളെ പ്രസ്ഥാനത്തിൽപ്പെട്ടവനല്ല, നമ്മുടെ മതത്തിൽപ്പെട്ടവനല്ല, പ്രത്യേകിച്ച് നമ്മുടെ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവനാണ്. പോയി തട്ടി മരിച്ചോട്ടെ എന്നാണ് എന്റെ മനസ്സെങ്കിൽ ഞാൻ മനുഷ്യനല്ല. മനുഷ്യരെ
അതാണ്. അതായത് എവിടെ ഏത് മതത്തിന്റെ ആരോ ആവട്ടെ, സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലേ നമ്മൾ എന്ത് പറയും? ഏയ് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല കേട്ടോ, അപകടമാണ്, ശ്രദ്ധിക്കണം അല്ലേ? 4 വീലർ ഇങ്ങനെ പോകുമ്പോ ഒരു ഡോറ് ഓപ്പൺ ആണ്, അടഞ്ഞിട്ടില്ല, അടഞ്ഞു എന്നാണ് കാറിന്റെ ഉള്ളിൽ ഇരുന്നവരുടെ ധാരണ. അപ്പൊ ഒരു അമ്മ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വേഗത്തെ 2 വീലർ ഓടിച്ചെന്ന് അതെ ഡോർ അടച്ചിട്ടില്ല കേട്ടോ എന്ന് പറയുന്നത് അയാളെ ജാതി മതം നോക്കിയാ അയാൾ അപകടത്തിൽപ്പെടരുത്. ഇത് ഭൗതിക ലോകത്താണ്. ദൈവസന്നിധിയിൽ ഒരാൾ അപകടത്തിൽപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ഒരാൾ ആഗ്രഹിച്ചാൽ അയാളെ കുറ്റപ്പെടുത്താൻ കഴിയോ? എന്റെ മനസ്സിന്റെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയും ദൈവസന്നിധിയിൽ സൃഷ്ടിക്കപ്പെടരുത്, ഒരു ഏട്ടനും ദൈവസന്നിധിയിൽ സൃഷ്ടിക്കപ്പെടരുത്. എന്റെ ഒരു ചേട്ടനും ഇവിടെ ഇരിക്കുന്ന ഭാസ്കരേട്ടനോ സുരേന്ദ്രനോ സുബ്രഹ്മണ്യനോ രാജേഷോ രാജീവോ ഒരാളും ദൈവസന്നിധിയിൽ സൃഷ്ടിക്കപ്പെടരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ എന്റെ ആഗ്രഹം അസ്ഥാനത്താണോ? ആണോ? ആണോ? നിങ്ങൾ പറയണം. ആണോ? അല്ല എന്നാണ് ഏത് ബുദ്ധിയുള്ളവരും അത് പറയാം. ഒരു ഡോക്ടർ അയാളെ ജാതി മതവും നോക്കിയാ ചികിത്സിക്കുന്നത് ആണോ? ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് അതല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് അയാളുടെ മുമ്പിൽ വരുന്നത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടാണോ അയാൾ ചികിത്സിക്കുന്നത്? എങ്കിൽ അയാൾ വർഗീയവാദിയാണ്. അല്ല, രോഗി രോഗം അതാണോ അയാളുടെ ചിന്ത? ആരായാലും ഇനി ഡോക്ടറെ കത്തിയോണ്ട് കുത്താനാ ഒരുത്തം വരുന്നത്, എന്നാ പോലും ഓൻ രോഗിയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഓനെ ഏറ്റവും നന്നായി നോക്കുക എന്നുള്ളത് തന്നെ അയാളുടെ ദൗത്യം. അവനാൽ കുത്തിക്കൊല്ലപ്പെട്ടാൽ പോലും ഇതാണ് സത്യസന്ധമായ വ്യക്തി എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇതിലപ്പുറത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം, എങ്കിൽ പോലും സത്യത്തിന് വിരുദ്ധമായി സംസാരിച്ച് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഏത് സദസ്സിലാണെങ്കിലും സത്യമേ പറയാവൂ. വഖുൽ ജാഅൽ ഹഖ് വസഅകൽ ബാതിലു ഇന്നൽ ബാതില കാന സഊക. ഖുർആനിലെ 17 അധ്യായം 82, 83 വചനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു, അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. കണ്ടോ, സൗദി അറേബ്യ വന്നു, മുഹമ്മദ് വന്നു, മുഹമ്മദ് ജയിക്കേണ്ടവൻ തന്നെ എന്ന വർഗീയ ചിന്തയല്ല പറഞ്ഞത്. സത്യം വന്നു, സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു, അസത്യം പരാജയപ്പെടേണ്ടതാണ്. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറണം. അല്ലാതെ മുസ്ലിം ജയിക്കട്ടെ, ഹിന്ദു ജയിക്കട്ടെ, ഇന്ത്യ ജയിക്കട്ടെ, പാകിസ്ഥാൻ ജയിക്കട്ടെ, അല്ലെ ഇന്ത്യ തോൽക്കട്ടെ, പാകിസ്ഥാൻ തോൽക്കട്ടെ, ഈ ചിന്തക്കപ്പുറത്തേക്ക് നമ്മൾ കുറെ കൂടെ വിശാലമായ എല്ലാറ്റിനെയും അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ എല്ലാം ഉള്ളവരെ അവരൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടവരാകുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. എനിക്കറിയാം, അദ്വൈത സിദ്ധാന്തത്തോട് ശക്തമായി വിയോജിച്ച ആളാണ് മാധ്വാചാര്യൻ, അറിയാലോ. അതുപോലെ വിശിഷ്ടാദ്വൈതം അവതരിപ്പിച്ച രാമാനുജൻ ചാർവാക ദർശനത്തെ ശക്തമായി ഖണ്ഡിച്ചു. അതുപോലെ മതങ്ങളെ ചാർവാകൻ ശക്തമായി ഖണ്ഡിച്ചു. ശങ്കരാചാര്യരോട് ഹൈന്ദവ പണ്ഡിതന്മാർ ശക്തമായി വിയോജിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നാ അവരൊക്കെ ഇവിടെ നിന്നിട്ടില്ലേ? ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തോട് യോജിപ്പും വിയോജിപ്പുള്ളവരില്ലേ? ഉണ്ട്. അത് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ വ്യത്യസ്തരായത്. അതൊക്കെ നിലനിൽക്കവേ തന്നെ മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയും എന്ന് മതം പഠിപ്പിക്കുന്നു. പിന്നെ എന്തിന് മതത്തിന്റെ നേരെ കുതിര കയറണം? എന്തിന്? ഞാൻ ചോദിക്കും. ഇപ്പൊ ഇന്നലെ ഞാനൊരു വാടക വീട് നോക്കി ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു വലിയ വയോവൃദ്ധ, നല്ല വെളുത്ത മുടിയൊക്കെ ഉള്ള ഒരു അമ്മമ്മ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടവരെ മുഖം, അവരെ എന്നോട് ചിരിച്ചു, ഞാൻ അവരോട് ചിരിച്ചു. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ്, എന്റെ താടിയൊക്കെ കണ്ടു മുസ്ലിയാരാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു ചിരിച്ചു. അപ്പൊ അവരെന്നോട് പറയാണ്, നിങ്ങൾക്ക് കൂടാം, നിങ്ങൾ കൂടിയാൽ അവിടെ വെള്ളം പറ്റില്ല, നല്ല ഐശ്വര്യം ഉണ്ടാവും എന്ന് അമ്മ പറയാ. എന്താ? പ്രഥമ ദൃഷ്ടിയ ഫസ്റ്റ് കാണലിൽ തന്നെ നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? അല്ലേ? കണ്ടാ മിണ്ടുന്നില്ല, ചിരിക്കണില്ല, എന്തോ ഒരു വല്ലാത്ത നോട്ടം. എന്തിനങ്ങനെ? ആകപ്പാടെ ദൈവം നമുക്ക് നൽകിയ കുറഞ്ഞൊരു കാലം ഒന്ന് പുഞ്ചിരിച്ചുകൂടെ? ഒന്ന് ഹസ്തദാനം ചെയ്തുകൂടെ? മനുഷ്യരെന്ന നിലക്ക് നല്ലോണം പെരുമാറിക്കൂടെ? എല്ലാവർക്കും എല്ലാം തിരിയുമോ? എല്ലാവർക്കും എല്ലാം തിരിയുമോ? ഇല്ല. എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയില്ല. ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണക്കാരെയും നമ്മൾ ഉൾക്കൊള്ളണ്ടേ? ഉൾക്കൊള്ളണം. സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കണം. അതല്ലേ അതിന്റെ ആവശ്യം. എന്തിനാണ് മനുഷ്യർ ഈ വല്ലാത്ത ഒരു, ഈ അടുത്ത കാലത്തായി വലിയ ധ്രുവീകരണങ്ങൾ നടന്നിരിക്കുന്നു മനുഷ്യർക്കിടയിൽ, വലിയ ധ്രുവീകരണങ്ങൾ. അതില് ആർക്കൊക്കെ പങ്കുണ്ട്? ആർക്ക് പങ്കുണ്ട്? എല്ലാ മതങ്ങളുടെയും നേതൃത്വത്തിന്, രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിന്, ആധ്യാത്മിക ജ്ഞാനം പറയുന്നു എന്ന് വിചാരിക്കുന്നവർ പുറത്തൊന്ന് പറയും, ഉള്ളിൽ വേറൊന്ന് പറയും. അങ്ങനെ ഞാനും കൂടെ ആവണോ? കപടന്മാരാകണോ? ഒരിക്കലും പാടില്ല. ഇനി ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഞാൻ ഈ ശ്രീനാരായണ ഗുരു സമാധിയുടെ പ്രോഗ്രാമിൽ മാവേലിക്കരയിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടെ എല്ലാരും പറയണെന്താ? എല്ലാം ശരിയാണ്, എല്ലാവരും ശരിയാണ്, എല്ലാം ദൈവത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും
അവിടുത്തെ ശ്രീനാരായണ ഗുരു ഭക്തരൊക്കെ പ്രസംഗിച്ച എങ്ങനെ? ശ്രീനാരായണ ഗുരു ധർമ്മം വിജയിക്കട്ടെ. എന്തുകൊണ്ട് സനാതന ധർമ്മം വിജയിക്കട്ടെ എന്ന് പറയാൻ കഴിഞ്ഞില്ല? എല്ലാവർക്കും ഉണ്ടൊരു പക്ഷം. ഞാൻ ഈ അടുത്തടുത്ത് PRDS, അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതായത് പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ അനുയായികൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ നാട്ടിൽ ചെന്നൊരു 3 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കും അവിടുത്തെ സമ്മേളനത്തിൽ. പക്ഷെ അവിടുത്തെ മതസമ്മേളനത്തിൽ അത്രയൊന്നും ആളുണ്ടായിരുന്നില്ല. ആ സമ്മേളനത്തിൽ പങ്കെടുത്തു, ഞാൻ പ്രസംഗിച്ചു. അവിടെയും അവർ പറഞ്ഞെന്താ? പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ തത്വം ജയിക്കട്ടെ. അവിടെയാണ് ഞാൻ പറയുന്നത്, എന്ത്? ഓരോ വ്യക്തികളുടെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയ തത്വങ്ങൾ അവരുടെ പേരിൽ അടിച്ചേൽപ്പിച്ച് അത് മാത്രമാണ് ശരി എന്ന് നമ്മൾ പറയാണ്. എന്നാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കൂ, ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും എല്ലാം സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ആ മനുഷ്യർക്ക് വേണ്ടി അവൻ ഒരു ജീവിത ദർശനം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ എന്താ ഇവിടെ വർഗീയത? അപ്പൊ ഞാൻ പറയണ എന്റെ മതമാണ് ശരി, എനിക്ക് അങ്ങനെ പറയാൻ അഭിപ്രായമില്ല. കാരണം എനിക്കൊരു മതമില്ല, ഞാനൊരു മതം ഉണ്ടാക്കിയിട്ടില്ല. മുഹമ്മദ് നബി ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല, ഇല്ല. മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞത് എന്താ അറിയോ? എന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആദം മുതൽ, ആദ്യത്തെ മനുഷ്യൻ മുതൽ ഞാൻ വരെയുള്ള സകല കൃഷീശ്വരന്മാരും സകല പ്രവാചകന്മാരും സകല നബിമാരും ഒരേ തത്വ പഠിപ്പിച്ചെന്നാ. പിന്നെ എങ്ങനെ വർഗീയത ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുഹമ്മദ് നബി പറഞ്ഞ് ഞാനൊരു പുതിയ മതം കൊണ്ടുവന്നല്ല. മുഹമ്മദ് നബി പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആദ്യത്തെ മനുഷ്യനാദാം ഒറ്റ ഈശ്വരനിൽ വിശ്വസിച്ചു, മൂല്യങ്ങളിൽ വിശ്വസിച്ചു. ആ ആദമിന്റെ മക്കളെല്ലാം ഒരു ഈശ്വരനിൽ വിശ്വസിച്ചവരായിരുന്നു. ഞാനും നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു, ഒരു പുതിയ ആശയത്തിലേക്കല്ല. നമ്മളെല്ലാവരും എവിടെയാ? ഒരൊറ്റ ആശയം. അതെന്താ? അതിൽ പരം ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവാം. ഞാൻ അതിനെയൊന്നും എതിർക്കല്ല, മറിച്ച് വേദങ്ങൾ എന്ത് പഠിപ്പിച്ചു? ഇപ്പൊ ഋഗ്വേദം 10 മണ്ഡലമാണ്. ഋഗ്വേദത്തിൽ 10 മണ്ഡലം. ഈ 10 മണ്ഡലമുള്ള ഋഗ്വേദത്തിൽ എന്തൊക്കെ പറയുന്നു? പരിശോധിക്കാനും പഠിക്കാനും അല്പ ജീവിതത്തിന്റെ സമയം. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ഒക്കെ മുസ്ലിം അധ്യാപകരാണ്. എന്റെ സരോജിനി ടീച്ചർ, മാധവി ടീച്ചർ, ബാലമാഷ്, അങ്ങനെ എല്ലാവരും. അവരാണ് എനിക്ക് ആദ്യമായി ഹിന്ദു മതത്തെ കുറിച്ച് പറഞ്ഞു തന്നത്. ഞാൻ ചോദിക്കുമായിരുന്നു, ഓരോ രംഗവും ചോദിച്ചു പഠിക്കുമായിരുന്നു. എന്നോട് പറയടാ, നീ പാഠം പഠിച്ചാൽ മതി, അധികപ്പറ്റ് പറയണ്ട എന്നൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. എന്നാലും എനിക്ക് ജിജ്ഞാസയായിരുന്നു, ആരാണ് ശ്രീരാമൻ, ആരാണ് ലക്ഷ്മണൻ, ആരാണ് ഈ ചരിത്രം, ആരാണ് ഋഷീശ്വരന്മാർ, ആമരം ഈമരം ആമരം ഈമരം പറഞ്ഞ് രാമരാമയായത്, എന്താ അതിന്റെ കഥ, വേദഗ്രന്ഥങ്ങൾ എന്താണ്, അതുപോലെ വ്യാസമുനി വേദം പകർത്തുന്നവർ എന്താണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അന്ന് മുതൽ എന്താണ് ക്രിസ്തുമതം, എന്താണ് ഹിന്ദുമതം, എന്താണ് ചാർവാക ദർശനം, എന്താണ് മതങ്ങൾ ലോകത്ത് വെക്കുന്നത്, മതത്തെ എതിർക്കുന്നവർക്ക് ലോകത്തോട് എന്താ പറയാനുള്ളത്, ഇതൊക്കെ വായിച്ചു പഠിച്ചു നോക്കുമ്പോ മതം ഒരു അത്ഭുതമാണ്. ആ മതം എന്താണ്? സാക്ഷാൽ ദൈവം അവതരിപ്പിച്ച മതം. ആ മതത്തെ നമുക്ക് ഫ്രൂട്ട് നൽകിയ പടച്ചോൻ അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യം എന്നെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. എന്താ ചോദ്യം? ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി അന്ന സബബിനൽ മാഅ സബ്ബ ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾ? അല്ലയോ മനുഷ്യരെ. നോക്ക്, എല്ലാരെയും വിളിക്കുകയാണ്. ഒരമ്മ എന്റെ മോനെ സുരേഷേ എന്ന് വിളിക്കുക. അതെന്തോ ഒരു പന്തികേടുണ്ട്. 5 മക്കളുള്ള അമ്മ എന്റെ പൊന്നുമോൻ സുരേഷേ എന്ന് പറഞ്ഞാൽ ബാക്കി 4 ആള് പുറമ്പോക്ക ആണോ? അല്ല, എന്റെ പൊന്നു മക്കളെ എന്ന് വിളിക്കുക. അത് വിശാലമാണ്. അമ്മയ്ക്ക് എല്ലാ മക്കളോടും ഇഷ്ടമാണ്. എന്റെ പൊന്നു മക്കളെ എന്നാ വിളിക്കുന്നത്. അതുപോലെ പ്രപഞ്ചനാഥൻ ഖുർആനിലൂടെ മാനവതയെ വിളിച്ചതെന്താ? അല്ലയോ മനുഷ്യരെ, നിങ്ങൾ കഴിക്കുന്ന ആപ്പിളിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മുന്തിരിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈത്തപ്പഴത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് നിങ്ങൾക്ക് ഈ സസ്യലതാദികളും ഫ്രൂട്ടുകളും ധാന്യങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടാക്കി തന്ന പരാശക്തി ആരാണ്? ആ പരാശക്തിയെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവനാണ് സാക്ഷാൽ പ്രപഞ്ചനാഥൻ. ഒന്നുകൂടെ ക്ലിയറായി പറയാം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വരവിശ്വാസിയെയും നിരീശ്വരവാദിയെയും ഏകകോശ ജീവിയായ ഹമീബയെയും ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെയും എല്ലാം സൃഷ്ടിച്ചതാരാണ്? ഒറ്റ ഈശ്വരനാണ്. ആ ഈശ്വരന്റെ അടിമകളാണ് നമ്മളെല്ലാവരും. അപ്പൊ ഒന്നുകൂടെ ക്ലിയറായി, ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ് നമ്മളെല്ലാം.
ഒരു തറവാട്ടിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി നടന്നത്. പിന്നെ എവിടെ നമുക്ക് കുഴപ്പം പറ്റിയത്? എവിടെയാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്? അതാണ് പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു സംഗതി. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. സതി സമ്പ്രദായം ഇന്ന് കേരളത്തിലുണ്ടോ? ഇല്ല. ഉത്തരേന്ത്യയിൽ ചിലയിടത്ത് രൂപ് കൻവർ സതി സമ്പ്രദായത്തിന് വിധേയമായ വനിതയാണ്. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുക. ഈ സമ്പ്രദായം എങ്ങനെ ഉണ്ടായത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചു? ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. ഞാൻ ഇസ്ലാമിക കുടുംബത്തിൽ, അതും ഇസ്ലാമിൽ മുജാഹിദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ, നവോത്ഥാന പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിലൊരു മെമ്പറാണ് ഞാൻ. ഞാൻ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോ നമുക്ക് അത്ഭുതം തോന്നിപ്പോവാണ്. കാരണം നമ്മുടെ അറിവുകേടിന്റെ ആഴവും പരപ്പും നമ്മൾ ഉൾക്കൊള്ളുകയാണ്. സതി സമ്പ്രദായം ഉണ്ടായത് എങ്ങനെ? അത് പെണ്ണിനോട് കാണിച്ച വലിയൊരു അക്രമമായിരുന്നു. എന്താ അക്രമം? അതായത് ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് പെണ്ണിന് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ സ്വത്തിൽ ഇസ്ലാമിൽ അവകാശമുണ്ട്. എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ ഈ നാട്ടിലും അതുണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ഉദാഹരണം പറയാം. ഞാനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. ആ പെൺകുട്ടി ഞാൻ മരിച്ചാല് ഏതോ അന്യ വീട്ടിൽ നിന്ന് കയറി വന്നവളാണല്ലോ അവൾക്ക് എന്റെ സ്വത്തിന് അവകാശം എന്നുള്ളത് സഹിക്കാൻ പറ്റിയില്ല എന്റെ കുടുംബക്കാർക്ക്. അപ്പൊ എന്റെ കുടുംബക്കാർ എന്ത് ചെയ്തു? ഇതിനെ ഒന്ന് അട്ടിമറിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി. അങ്ങനെയാണ് മതം പഠിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു പുരോഹിതനെ അവർ സമീപിക്കുന്നത്. അയാളായിരിക്കാം ആ സംഗതി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്താ? അതായത് ഭർത്താവ് മരിച്ചാലും ഭാര്യക്ക് ജീവിക്കാം എന്നായിരുന്നു വിധി. ഭർത്താവ് മരിച്ചു എന്നുള്ളതുകൊണ്ട് ഭാര്യ ചിതയിൽ ചാടേണ്ടതില്ല. അവൾക്ക് മറ്റൊരു പുരുഷനെ വേൾക്കാം. ഹിദ്ദ കാലഘട്ടം കഴിഞ്ഞാൽ, ഭർത്താവുമായുള്ള ദുഃഖ കാലഘട്ടം കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു അനുയോജ്യനായ ഭർത്താവിന്റെ കൂടെ മതനിയമം അനുസരിച്ച് വിവാഹം കഴിച്ച് അവൾക്ക് ധന്യമായി ജീവിക്കാം. അതായിരുന്നു നിയമം. അത് മാറ്റിമറിച്ചു സമ്പത്തിന് വേണ്ടി. അപ്പൊ എന്തുണ്ടായി? അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്ന ശ്ലോകം എങ്ങനെ മാറി? അതായത് അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്ന് പറഞ്ഞാൽ, അല്ലയോ ഭവതി, മുന്നോട്ട് പോയിക്കോളൂ, ഗമിച്ചുകൊള്ളൂ, ജീവിച്ചുകൊള്ളൂ, മരിക്കേണ്ടതില്ല എന്ന്. ആ അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്നതിനെ എങ്ങനെയാക്കി മാറ്റി? പുരോഹിതൻ ഒരൊറ്റ അട്ടിമറിയാണ്. അഗ്രേ എന്നതിന് എന്താക്കി? അല്ലയോ ഭവതി, അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ എന്നാക്കി മാറ്റിയപ്പോ എന്തായി? ജീവിക്കുക എന്ന ആശയത്തിന് വിരുദ്ധമായി മരിച്ചുകൊള്ളുക എന്നൊരാശയമുണ്ടായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വലിയ വ്യത്യാസം വന്നു. ജീവിച്ചോളൂ എന്ന് പറയുന്നതിന് പകരം മരിച്ചോളൂ എന്നൊരാശയം. ഇത് മതാണോ? ഇത് മതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു മതത്തെ എതിർത്തു നിങ്ങൾ പറയോ? ഇല്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. സ്ത്രീധനം ഒരു മതത്തിലുണ്ടായിരുന്നില്ല. ഹിന്ദു ആചാരത്തെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. അതിൽ ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതാണ് ശരിക്കും മനസ്സിലാക്കുക. സ്ത്രീ തന്നെ ഒരു ധനമാണ്. ആ സ്ത്രീ എന്ന ധനത്തെ സ്ത്രീധനമാക്കി മാറ്റി. ലോകത്ത് ഇവിടുത്തെ നിങ്ങൾക്കറിയാം, പിതാരക്ഷിതി കൗമാരെ ഭർത്തൃ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സവരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയിലുള്ളതാണ്. അവിടെ പറയുന്നത് എന്താണ്? പിതാവിന്റെ സംരക്ഷണത്തിലാണ് ഒരു പെണ്ണ് കഴിയേണ്ടത്, പിന്നെ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ്, പിന്നെ ആരുടെ? മകന്റെ. പക്ഷെ അറിയാതെ കേരളത്തിലും ഇന്ത്യയിലും ഒരു പുതിയ തസ്തികയും കൂടി ഉണ്ടായിട്ടുണ്ട്. കാമുകോ രക്ഷിതി. കാമുകന്മാരെ സംരക്ഷണത്തിൽ കല്യാണത്തിന് മുമ്പ് നമ്മുടെ പെൺകുട്ടികൾ കഴിഞ്ഞുകൂടുക, എന്നിട്ട് ഗർഭം ധരിക്കുക. ഇല്ലേ? നിഷേധിക്കാൻ കഴിയും? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? അങ്ങനെ ഒരു തസ്തിക ഉണ്ടോ മതത്തിൽ? കാമുകന്റെ കൂടെ പൊറുക്കുക എന്നുള്ള ഒരു തത്വം ഏതെങ്കിലും ഒരു മതത്തിലുണ്ടോ? ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്താ? സ്ഫടികമാണ്. പെണ്ണാരാ? കുലീനയുള്ളവളാണ്, സ്ത്രൈണഭാവമുള്ളവളാണ്. പെണ്ണിന്റെ മഹത്വം ഇന്നത്തെ ആളുകൾക്കറിയോ? ആണിനെ പോലെ ടൈറ്റ് ടീഷർട്ട് ഇടിപ്പിച്ചു, അല്ലെ ജീൻസ് ഇടിപ്പിച്ചു. സ്വന്തം മകളെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കല്ലേ ഇവിടെ? മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും അല്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീ മാറി മറിച്ചിട്ടുണ്ടോ ഇന്ന കാലത്ത്? ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കേ. അങ്ങനത്തെ ഒരു ലോകത്താണ് പിതാരക്ഷിതി കൗമാരെ ഭർത്തൃ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി എന്ന് പറയും. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, മതഗ്രന്ഥങ്ങളിൽ നിന്ന് മതം പഠിച്ചാലേ നിങ്ങൾക്ക് ഒരിക്കലും ഇന്ന തെറ്റിദ്ധാരണ ഉണ്ടാവൂല. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്ത് പറയാണ്, ലിംഗച്ഛേദ ശിഖാഹീന, അതായത് അവർ ചേലാകർമ്മം ചെയ്യും.
താടി നീട്ടും, മീശ വെട്ടിയൊതുക്കും, തലമുടി നീട്ടും, അതെ ബാങ്ക് കൊടുക്കും, മുസൈലിമന്മാരെന്നവർ വിളിക്കപ്പെടും. പന്നി മാംസം ഒഴികെ മറ്റെല്ലാ മാംസങ്ങളും അവർ കഴിക്കും. അപ്പൊ താടി മുസ്ലിമിന്റെ ചിഹ്നമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സിഖുകാരനോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ? മൻമോഹൻ സിംഗ് 121 കോടി മനുഷ്യരുടെ പ്രതിനിധിയല്ലേ മൻമോഹൻ സിംഗ്? താടിയില്ലേ? ആരെങ്കിലും അദ്ദേഹത്തെ തീവ്രവാദിയാണോ? യേശുദാസിന് താടിയില്ലേ? ആരെങ്കിലും അദ്ദേഹത്തെ തീവ്രവാദിയാണോ? ഗുരു നിത്യചൈതന്യക്ക് താടിയില്ലായിരുന്നോ? രവീന്ദ്രനാഥ ടാഗോറിന് താടിയില്ലായിരുന്നോ? ചട്ടമ്പി സ്വാമികൾക്ക് താടിയില്ലായിരുന്നോ? ഉണ്ട്. അപ്പൊ താടിയിലല്ല ഭീകരവാദം, മനസ്സിലല്ലേ? അസൂയ തോന്നുന്ന താടിയില ആണോ? മനസ്സിലല്ലേ? ഈ താടിക്ക് വിവേകമുണ്ടോ? ബുദ്ധിയുണ്ടോ? ഒരു ഹിന്ദുവിനെ കാണുമ്പോ താടിയാണോ കാണിച്ചേരടാ എന്ന് പറയുന്നത്? അല്ല, ഓന്റെ മനസ്സെന്നാണ് ഉണ്ടാവില്ലേ? അല്ല, എങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. പിന്നെ താടി ഭീകരതയുടെ അടയാളമായി ചിത്രീകരിക്കേണ്ടത് ചിലർക്ക് ആവശ്യമായിരുന്നു. അവരതിൽ വിജയിച്ചിട്ടുണ്ടാകാം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോളൂ. മാഷന്മാരുണ്ടാവും, സാഹിത്യകാരന്മാരുണ്ടാവും, ചിന്തിക്കുന്നവരുണ്ടാവും, വേദം എന്നേക്കാൾ പഠിച്ചവരുണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നവർക്ക് താടി മീശ ഉണ്ടായിരുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലാൻ നേതൃത്വം നൽകിയവർക്ക് താടി മീശ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിച്ചോളൂ, ഞാൻ വെറുതെ പറയില്ല. ലോകത്തേടുന്ന ഏറ്റവും കൂടുതൽ കിരാത പ്രവർത്തനങ്ങൾ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ബുദ്ധ ഭിക്ഷുക്കളെ ആരാ കൊന്നത്? ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തം. ക്രിസ്ത്യാനിയായ ട്രൂമാൻ താടി ഉണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നോ? ലോകത്ത് ഏറ്റവും കൂടുതൽ 66 ലക്ഷം ആളുകളെ റഷ്യൻ ഫ്രഞ്ച് വിപ്ലവങ്ങൾ, ലോകത്തെ 2 ലോകമഹായുദ്ധങ്ങൾ, ലോകത്തിറന്നിട്ടുള്ള പലതും, അതിനൊക്കെ നേതൃത്വം നൽകിയവർക്ക് താടി മീശ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്രൂരനാകാൻ താടി മീശയും വേണ്ട, മനസ്സിലാണതൊക്കെ. ഇനിയെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് തിരിച്ചറിയണം, മനുഷ്യരെ തിരിച്ചറിയണം. അതെങ്ങനെ തിരിച്ചറിയാ? കുറെയൊക്കെ വിവേകത്തോടെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. പിന്നെ മരിച്ചു പോവും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലെ വിജയമാണ് വിജയം, അതാണ് യഥാർത്ഥ വിജയം. അദോവ പ്രാപ്സി സ്വർഗം എന്ന് പറഞ്ഞില്ലേ? ഈ യുദ്ധം ധർമാധർമ്മ യുദ്ധമാണ്. അർജുന, നീ കൊല്ലപ്പെട്ട് മണ്ണിൽ വീണാൽ നിന്റെ താവളം സ്വർഗമാണ്. ആ സ്വർഗമേത്? അത് നമ്മൾ പഠിക്കണം. ഞാനത് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാനത് പറഞ്ഞു തരാം. 2-3 പോയിന്റുകളിൽ ഞാൻ എന്റെ പ്രസംഗത്തെ കേന്ദ്രീകരിക്കുകയാണ്. ഒന്ന്, നമുക്കാർക്കും കൃത്യമായ ഒരു ദൈവസങ്കല്പം ഉണ്ടോ? കൃത്യമായ ഒരു ദൈവസങ്കല്പം നമുക്കുണ്ടോ? നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. ഓച്ചിറ നേർച്ച അടക്കാൻ പോകുന്നു, ഓച്ചിറ ഉപ്പുപ്പാബയുടെ നേർച്ച അടക്കാൻ പോകുന്നു. എന്താ അവിടെ നടക്കുന്നത്? ഇസ്ലാമാണോ? പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്ന ആഘോഷങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ ചിലതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, തൃശ്ശൂർ പൂരം കതിനവെടി പൊട്ടും, ഇവിടെയും ചിലപ്പോൾ കതിനവെടി പൊട്ടും, പല ക്ഷേത്രങ്ങളിലും പൊട്ടും. മുസ്ലിങ്ങളുടെ നേർച്ചയിൽ പട്ടാമ്പി, കൊണ്ടോട്ടി തുടങ്ങിയിട്ടുള്ള സ്ഥലം പള്ളിപ്പെരുന്നാൾ ദിവസം ക്രിസ്ത്യാനികൾക്കും ഈ കതിനവെടി പൊട്ടലുണ്ട്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ എല്ലാവരോടും. ഹിന്ദു മതത്തിന്റെ പഴക്കത്രയാ? 5000 എന്ന അഭിപ്രായം, 3000 എന്ന അഭിപ്രായം, 4000 എന്ന അഭിപ്രായം, 2000 എന്ന അഭിപ്രായം. എന്തോ ആവട്ടെ, 2000 നമ്മൾ അംഗീകരിക്കുക. ശരി, പടക്കം കണ്ടെത്തിയിട്ട് എത്രേ? വെടിമരുന്നും പടക്ക സംവിധാനവും കണ്ടെത്തിയിട്ട് എത്രേ? 200 കൊല്ലം പോലും ആയിട്ടില്ല. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കാൻ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, അതുപോലെ യജുർവേദം, അതിൽ കതിനവെടി പൊട്ടണമെന്നൊരു ആശയം ഉണ്ടാവുമോ? ഇല്ല. അത് എവിടുന്നുണ്ടായി? ഞാൻ വിനീതമായി പറയും, ഞങ്ങൾ ആരെയും എതിർക്കില്ല. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ പട്ടിണിപ്പാവങ്ങളെ കുറിച്ച് പറയും, കഷ്ടപ്പെടുന്നവരെ കുറിച്ച് പറയും, സ്കൂൾ ബാഗ് ഇല്ലാത്ത മക്കളെ കുറിച്ച് പറയും, ഒരുപാട് ബുദ്ധിമുട്ടുന്നവരെ കുറിച്ച് പറയുന്നു, അനാഥകളെ കുറിച്ച് പറയുന്നു, ഭവനങ്ങളില്ലാത്തവരെ കുറിച്ച് പറയും. 1000 കതിനവെടി പൊട്ടുന്ന പണം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ എന്താ? ഇസ്ലാമിലില്ലാതെ, ഞാൻ തുറന്നു പറയാൻ, ഞാൻ ഇസ്ലാമിന്റെ പ്രതിനിധി, ഇസ്ലാമിൽ അതില്ല. ഞാൻ ചോദിക്കും, ഇത് എപ്പോ ഉണ്ടായി? 5000 വർഷത്തിന്റെ പഴക്കമുള്ള ഹിന്ദു മതത്തിൽ 200 കൊല്ലത്തിന്റെ ഉള്ളിൽ കണ്ടെത്തിയ വെടിമരുന്ന് മതത്തിന്റെ ഭാഗമായതെങ്ങനെ? അതാണ് പൗരോഹിത്യം എന്ന് പറയും. ഇപ്പൊ ആന, ദൈവം സൃഷ്ടിച്ചൊരു ജീവവർഗം, അതിനോട് നമ്മൾ അക്രമം കാണിക്കാൻ പാടുണ്ടോ? അതിനെ സ്വതന്ത്രമായി വിടുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും രസകരമായ കാര്യം. ഏതൊരു ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാറിൽ എന്ന് പറഞ്ഞല്ലോ. എന്താ? ഏതൊരു ജീവിയെയും സ്വർണ്ണക്കൂട്ടിലിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തുകൊണ്ട്? അതിനെ ദൈവം സൃഷ്ടിച്ച പ്രകൃതിയിൽ അതിനെ വിടുക.
അതാണ് അതിന്റെ സന്തോഷം, അതാണ് അതിന്റെ ആഹ്ലാദം. ഏതൊരു ജീവവർഗത്തെയും അതിന്റെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ കാരണം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായത്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ, ദൈവം നമ്മളോട് പറയോ അനാവശ്യമായി പണം മുടക്കി പൊട്ടിച്ചു കളയാൻ ദൈവം നമ്മളോട് പറയോ? അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പരമകാരുണ്യകനായ മനുഷ്യനെ സൃഷ്ടിച്ച ആ ദൈവം പറയോ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങൾ പൈസ പൊട്ടിച്ചു കളയുന്നതിന് ദൈവം പറയോ? അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കാം. അതൊന്നല്ല ആധ്യാത്മികത. ആധ്യാത്മികത നിങ്ങൾ ആലോചിച്ചോ. നമ്മുടെ ഇവിടെ ഇപ്പൊ ശ്രീനാരായണ ഗുരു, അതിനപ്പുറത്തുള്ള അതിന്റെ അപ്പുറത്തേക്ക് അവരൊക്കെ പടം പിടിച്ചിരുന്നു. ഞാൻ ചോദിക്കണം, അവരൊക്കെ ആന എന്നുള്ളത് നടത്തിയിരുന്നോ? ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പട്ടാമ്പി ആയാലും കൊണ്ടോട്ടി ആയാലും മുനമ്പത്തായാലും മുസ്ലിങ്ങളായാലും ആരായാലും അത് തെറ്റാന്ന് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവും. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ മനുഷ്യനും മതങ്ങളും എന്നുള്ളൊരു വിഷയത്തിൽ ഇനി ഞാൻ അവതരിപ്പിക്കുന്ന പോയിന്റ് നിങ്ങൾ കൂടി ആലോചിക്കണം. നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരു വിരോധം തോന്നരുത്, നിങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കണം. ഞാൻ മനസ്സ് തട്ടി ചോദിച്ചോട്ടെ, ഒരു ക്ഷേത്ര ഉത്സവം തുടങ്ങിയത് ഇവിടെ തുടങ്ങിയത് 27 തുടങ്ങി. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കേ, ഈ ക്ഷേത്ര ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഈ നാട്ടിലെ മൊത്തം അമുസ്ലിങ്ങളുടെ ഒരു ജീവിതങ്ങളൊന്നും പഠിക്കുക. ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ, സമൂഹത്തോട് മുഴുവൻ സ്നേഹമുള്ളതുകൊണ്ട് പറയാൻ, ഈ നാട്ടിലെ അമുസ്ലിങ്ങളുടെ മൊത്തം ഒരു പിക്ചറുകൾ എടുക്കുക. എത്ര പേര് മദ്യപാനികളുണ്ട്, എത്ര പേര് പല തിന്മകൾ ചെയ്യുന്നവരുണ്ട്, എത്ര പേര് അച്ഛനമ്മമാരെ ആദരിക്കാത്തവരുണ്ട്, പിതാക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നവരും മക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരും ഒക്കെ നിങ്ങൾ ഇതാക്കുക. എന്നിട്ട് ക്ഷേത്ര ഉത്സവം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീട്ടിലൊക്കെ കയറി എത്ര ആളുടെ കള്ളുകൂടി ക്ഷേത്ര ഉത്സവത്തിന് ശേഷം ഇല്ലാണ്ടായി എന്നൊന്ന് പരിശോധിച്ച് നോക്ക്. 2 ആൾ അധികം ഉണ്ടായിട്ടുണ്ടാവും. ക്ഷമിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്രോത്സവം കള്ളു വിളമ്പുന്ന സമ്മേളനമാകുന്നത് എന്തുകൊണ്ട്? പള്ളിപ്പെരുന്നാള് കള്ളുവിളം ഇപ്പൊ ചാലക്കുടി ഇവിടെ അടുത്താണല്ലോ. ഈ ചാലക്കുടിയിലാണ് അത്രേ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത്. ചാല് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചാലിട്ട് മോന്തി കുടിക്കും. ലോകത്ത് ഇന്ത്യയെ പോലെ മദ്യപാനത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന മണ്ണേതാ? ഈ കേരളത്തെ പോലെ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്ര ഉത്സവ ദിവസമാണ് നാട്ടിലെ യുവാക്കൾ ഏറ്റവും മദ്യപിക്കുന്നതെന്ന് വന്നാൽ എന്റെ ക്ഷേത്ര കമ്മിറ്റിക്കാരെ, ആ ഉത്സവം സമൂഹത്തിന് ഉപകാരമാണോ ഉപദ്രവമാണോ എന്ന് ആലോചിക്കണം. ഇപ്പൊ പട്ടാമ്പി കൊണ്ടോട്ടി എനിക്കറിയാവുന്ന സ്ഥലം, അവിടെ മുസ്ലിങ്ങളാൽ നടത്തപ്പെടുന്ന നേർച്ച, അന്നാണ് അവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്നത്. അന്നാണ് അവിടെ പല തോന്നിയാസവും നടക്കുന്നത്. പലതും എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ ആധ്യാത്മിക ജ്ഞാനത്തിനപ്പുറത്ത് എന്തൊക്കെയോ ഒരു ബഹളമായി മതവും സമൂഹവും മാറി. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. റോഡ് എന്തിനുള്ളതാ? നമ്മുടെ നാട്ടിലെ റോഡ് എന്തിനുള്ള? മനുഷ്യന്മാർക്ക് യാത്ര പോകാനല്ലേ? അല്ലേ? നബിദിനം നടത്തുക. മുഹമ്മദ് നബിയുടെ പേരിൽ, യേശു ക്രിസ്തുവിന്റെ പേരിൽ, ശ്രീകൃഷ്ണന്റെ പേരിൽ. 3 മതവിഭാഗത്തോട് എനിക്ക് പറയാനുള്ളത്, അവർ 3 പേരും ഇന്ന് തിരിച്ചു വന്നാൽ, ഞാൻ ഒന്നുകൂടി ലളിതമായി പറയാം, ശ്രീകൃഷ്ണൻ എങ്ങാനും ഇന്ന് കേരളത്തിൽ വന്നു എന്ന് വിചാരിച്ചോളൂ, ശ്രീകൃഷ്ണ ജയന്തിയും ഘോഷയാത്രയില്ലേ, അതായിരിക്കും ആദ്യം ശ്രീകൃഷ്ണൻ എതിർക്കുക. ഇതിന്റെ പേരിലാണോ എന്ന് ചോദിച്ച് അദ്ദേഹം കരയും. ഞാൻ ഉറച്ചു പറയും നിങ്ങളോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തിരിച്ചു വന്നാൽ അദ്ദേഹം ആദ്യം എതിർക്കുക നബിയുടെ പേരിലെ നബിദിന റാലി ആയിരിക്കും. കാരണം മുഹമ്മദ് നബി പഠിപ്പിച്ച എന്തറിയോ? മുഹമ്മദ് നബി പഠിപ്പിച്ച ഇമാതത്തുൽ അദാനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് വിശ്വാസികളുടെ ബാധ്യത. ഒരു കല്ല് പോലും വഴിയിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നല്ലേ മനുഷ്യരത് ബ്ലോക്ക് ചെയ്യുക. ഇപ്പൊ പൊങ്കാല മഹോത്സവത്തിന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട്, നേർക്ക് നേരെ ചോദിക്കലാണ് എന്റെ പണി, അവിടുന്ന് ഇവിടുന്ന് പറയല്ല. അപ്പൊ ഞാൻ പറയോ, ക്ഷേത്രത്തിൽ കയറിയ ക്ഷേത്രത്തിലുള്ള കമ്മിറ്റിനോട് പറയും, പള്ളി കയറിയ പള്ളി കമ്മിറ്റിനോട് പറയും, കോടതി കയറിയ ജഡ്ജിനോട് പറയും, പാർലമെന്റ് ചെന്നാൽ അവിടെ ഇരിക്കുന്നവരോട് പറയും. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം, തെറ്റിനെ തെറ്റായി കാണാൻ കഴിയണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, തിരുത്തൽ ശക്തികളായിട്ടല്ലേ ഇന്ത്യ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്? ഇന്ത്യയുടെ ആധ്യാത്മിക ജ്ഞാന ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ശക്തമായി ലോകത്ത് ഇടപെട്ട രാജ്യമല്ലേ ഇന്ത്യ? ബ്രിട്ടീഷുകാരെ കെട്ടിടിച്ച് വെറുതെ കെട്ടിടിച്ച, കബഡിയും കരാട്ടയും കുൻഫും ഒന്നും പഠിക്കാത്ത വളഞ്ഞുണങ്ങിയ മഹാത്മാഗാന്ധി ആ വടിയും കണ്ടുപിടിച്ച ഗാന്ധി നിലത്ത് വീണുകയായിരുന്നു. പക്ഷെ ഗാന്ധിജിന്റെ പേര് കേട്ട കാൽമുട്ട് കൂട്ടിയിടിക്കായിരുന്നു ബ്രിട്ടീഷുകാരനെ. ഇന്ന് നമ്മുടെ കാൽമുട്ട് കൂട്ടിയിടിക്കുകയാണ്, കാട്രായി കുടിച്ചിട്ട്, കള്ളുടിച്ചിട്ട്. മനസ്സിലായോ? കേരളത്തിന്റെ ജനത അങ്ങനെ മാറി. അവിടെ നിന്ന് മാറ്റം ഉണ്ടാവണം. അതാണ് നിങ്ങളോട് ചോദിച്ചത്. ഒരു ക്ഷേത്ര ഉത്സവം കഴിഞ്ഞാൽ നാട് നന്നാകുന്നുണ്ടോ? ആ നാട്ടിൽ മദ്യപാനം കുറയുണ്ടോ? ഏതെങ്കിലും ഒരു മകൻ അമ്മയോടുള്ള അതിക്രമം നിർത്തുന്നുണ്ടോ? എങ്കിലേ ആ ക്ഷേത്ര സമ്മേളനം വിജയിക്കും.